ശ്രീരാമനും ലക്ഷ്മണനും ജീവൻ ത്യജിച്ചപ്പോൾ ഹനുമാൻ എന്തു ചെയ്യുകയായിരുന്നു? രാമന്റെ മരണസമയം ആസന്നമായപ്പോൾ ഹനുമാൻ യമൻ രാമനെ അവകാശപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു. ഈ സംഭവത്തെ വിവരിക്കുന്ന ഒരു കഥ പത്മപുരാണത്തിലുണ്ട്. യമരാജൻ പലതവണ ശ്രമിച്ചുവെങ്കിലും രാമന്റെ ജീവൻ ഹനുമാൻ കാത്തുസൂക്ഷിക്കുന്നതിനാൽ രാമന്റെ അടുത്തെത്തി രാമന്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യമരാജൻ നേരിടുന്ന പ്രശ്നം രാമൻ മനസ്സിലാക്കുകയും ഹനുമാനെ കബളിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭഗവാൻ രാമൻ തന്റെ മോതിരം ഉപേക്ഷിച്ചു. തറയിലെ വിള്ളലിലാണ് മോതിരം വീണത്. അപ്പോൾ രാമൻ ഹനുമാനോട് പോയി മോതിരം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഹനുമാന് തന്റെ വലിയ ശരീരത്തെ ഈച്ചയെപ്പോലെ ചെറുതാക്കാൻ സാധിക്കും. അങ്ങനെ അവൻ ചാടി വീണു. പാതാള ലോകത്ത് എത്തുന്നതുവരെ അവൻ ആ വിടവിലൂടെ പിന്തുടർന്നു. പാതാള ലോകത്ത് എത്തിയപ്പോൾ പാമ്പുകളുടെ രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പാമ്പുകളുടെ രാജാവിന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും രഹസ്യം അറിയാമായിരുന്നു. അവൻ ഹനുമാനോട് എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഹനുമാൻ